പത്രോസ് പറയുന്നുണ്ട്, കർത്താവെ, നമുക്ക് ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ്. 3 കൂടാരങ്ങൾ നമുക്ക് തീർക്കാം. ഒന്ന് നിനക്ക്, ഒന്ന് മൂശയ്ക്ക്, ഒന്ന് ഏലിയായ്ക്ക്. താബോറിൻ്റെ നന്മയിൽ മാത്രം വസിക്കുവാനായിട്ട് ആഗ്രഹിച്ച ശിഷ്യനോട് ഈശോ പറയുന്നുണ്ട്, നാം ഇവിടെ ആയിരിക്കേണ്ടവരല്ല. ഇവിടെ നിന്ന് കിട്ടുന്ന കൃപാവരങ്ങളൊക്കെ സാംശീകരിച്ചുകൊണ്ട് ജീവിത യാഥാർത്ഥ്യങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ടു പോകണമെന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു. താബോറിൻ്റെ മഹിമയിൽ മാത്രം ഒഴി ജീവിക്കുന്നവരായി മാറാതെ നമ്മുടെ ജീവിതത്തിലെ കാൽവരിയും ഗത്സമനി അനുഭവവും ഒക്കെ നന്മയിലേക്ക് ആക്കുവാനായിട്ട് ദൈവത്തോടു കൂടെ ആവാം. രൂപാന്തരീകരണം ഇന്നേറെ ആവശ്യമാണ്. പ്രാർത്ഥനാ ജീവിതത്തിലൊക്കെ ആയിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ മാറ്റം നമുക്ക് സംഭവിക്കുന്നുണ്ടോ എന്ന് ധ്യാനിച്ചുകൊണ്ട് എവിടെങ്കിലുമൊക്കെ കുറവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ആ കുറവുകളെയൊക്കെ നികത്തുവാനായിട്ട് നമുക്കിന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. രൂപഭാവങ്ങളിലൊക്കെ മാറ്റം വരുത്തി ദൈവത്തിൻ്റെ ഭാവങ്ങൾ സ്വീകരിച്ചു കൊണ്ടുപോകുവാൻ നമുക്ക് ഈ ദിനത്തെ പവിത്രമാക്കുകയും ചെയ്യാം. ഈശോ മിശിഹായുടെ രൂപാന്തരീകരണം വളരെ അർത്ഥവ്യാപ്തിയുള്ള ആശയതലങ്ങളുള്ള ഒരു വലിയ വിഷയമാണത്. താബോറിൻ്റെ വലിയ വിശുദ്ധിയെയും കൃപാവരങ്ങളെയും ഒക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ രൂപാന്തരങ്ങളെക്കുറിച്ച് ധ്യാനിക്കാം. രൂപാന്തരീകരണത്തിൻ്റെ ഉച്ചസ്ഥായിയിൽ നാം കേൾക്കുന്നത് നാം അവിടുത്തെ പ്രിയപുത്രൻ പ്രിയപുത്രിയാണെന്നാണ്. അത് കേൾക്കുവാൻ നാം കടന്നു പോകേണ്ടത് സുഖകരമല്ലാത്ത വഴികളിലൂടെയാണ്. നീ അയക്കപ്പെട്ടിരിക്കുന്നത് അത്ഭുതം പ്രവർത്തിച്ചും രോഗികളെ സുഖപ്പെടുത്തിയും അപ്പം വർദ്ധിപ്പിച്ചും നടക്കുവാനല്ല, കുരിശിൽ ബലിയാകാനാണ് എന്നുകൂടെ രൂപാന്തരീകരണ അനുഭവത്തിന് അർത്ഥവ്യാപ്തിയുണ്ട്. എന്നെ എൻ്റെ ബോധ്യങ്ങളിലേക്ക് നയിക്കുന്ന, എൻ്റെ കണ്ണ് തുറപ്പിക്കുന്ന, എന്നെ വിശുദ്ധീകരിക്കുന്ന, എന്നെ നിർമ്മലമാക്കുന്ന അനുഭവങ്ങളെല്ലാം രൂപാന്തരീകരണങ്ങളാണ്. ഈ ഭൂമിയിൽ വന്ന് ജീവിച്ച് ഇതിനോട് യാത്ര പറഞ്ഞു പോകുമ്പോൾ എന്താണ് ഞാൻ എൻ്റേതായിട്ട് അവശേഷിപ്പിക്കുന്നത്? ഞാൻ ഇനിയും അവിടുത്തെ പ്രിയപുത്രൻ പ്രിയപുത്രിയായി തീർന്നിട്ടില്ലേ? വഴികളുടെ അനാകർഷണവും പതിയിരിക്കുന്ന മുള്ളുകളും ഭീതിപ്പെടുത്തുന്ന കയറ്റങ്ങളും വഴികൾ മാറി നടക്കുവാൻ നമ്മെ ഇടയാക്കരുത്. നിനക്കായി ഒരുക്കപ്പെട്ട വഴി ഇതുതന്നെയാണ്. ഇതിലൂടെ സഞ്ചരിക്കുമ്പോൾ മാത്രമാണ് നീ പ്രിയപ്പെട്ടവനാകുന്നുള്ളൂ. നന്മയുടെ വഴികൾ തിരിച്ചറിഞ്ഞ് ദൈവത്തിന് പ്രിയപ്പെട്ടവരാകുവാനായിട്ട് നമുക്കിന്ന് തീരുമാനമെടുക്കാം. ഇന്നിൻ്റെ ജപമാല സമർപ്പണത്തിലൊക്കെ നമ്മളെ തന്നെ പൂർണ്ണമായി ചേർത്ത് വെച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ നന്മയുടെ ഭാവങ്ങൾ സ്വീകരിക്കുവാനായിട്ട് നമ്മളെ ഓരോരുത്തരെയും യോഗ്യരാക്കണമേ എന്ന് നമുക്കിന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. രൂപാന്തരീകരണം ആവശ്യമായ എല്ലാ ഇടങ്ങളെയും നമുക്ക് ദൈവത്തോട് ചേർത്ത് വെക്കുകയും ചെയ്യാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.